അനേകർക്കും ദൈവവചനം മനസ്സിലാകാതിരിക്കുന്നത് അവരുടെ ബുദ്ധിയുടെ പ്രശ്നം കൊണ്ടല്ല, ഹൃദയത്തിൻ്റെ നില ശരിയല്ലാത്തത് കൊണ്ടാണ്. അങ്ങനെയുള്ളവർ സ്വന്തം ജീവിതത്തിൽ നിന്നും മാറ്റിക്കളയുവാൻ താല്പര്യപ്പെടാത്ത പല പാപങ്ങളും ആസ്വദിക്കുന്നു എന്നതായിരിക്കാം പ്രശ്നം. അത് ബുദ്ധിമോശമാകുന്നു. ജീവസന്ദേശത്തിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ജ്ഞാനവും വിവേകവുമുള്ള ഒരു സ്ത്രീ ഒരു ഭവനത്തിലുണ്ടെങ്കിൽ ആ ഭവനം എത്ര അനുഗ്രഹമായിരിക്കും അല്ലേ? അവൾ ആ വീട്ടിലെ പുരുഷൻ്റെ തേജസ്സായി വിളങ്ങും. സദൃശ്യവാക്യങ്ങൾ 7 വരെയുള്ള അധ്യായങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞത്. 8-ാം അധ്യായത്തിൽ ജ്ഞാനത്തെ ഒരു സ്ത്രീയോട് ഉപമിച്ചുകൊണ്ടാണ് ശലോമോൻ ആരംഭിക്കുന്നത്. ദൈവത്തിൻ്റെ തേജസ്സിൻ്റെ പ്രഭയായ ക്രിസ്തുവേശു ദൈവത്തിൽ നിന്ന് നമുക്ക് ജ്ഞാനമായി തീർന്നു. അവനിൽ ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും നിക്ഷേപങ്ങളൊക്കെയും ഗുപ്തമായിട്ടിരിക്കുന്നുവെന്ന് കൊലോസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നു. വചനം ജഡമായി തീർന്നവൻ. ആ വചനമാണ് നമ്മളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ആ ജ്ഞാനം വിളിച്ചു പറയുന്നത് എന്തെന്ന് നമുക്ക് കേൾക്കാം. സദൃശ്യവാക്യങ്ങൾ 8-ാം അധ്യായമാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്. സദൃശവാക്യങ്ങൾ 8-ാം അധ്യായം ഇന്ന് നമുക്കൊരുമിച്ച് ചിന്തിക്കാം. നാം കണ്ടുകൊണ്ടിരുന്ന ആ യുവാവ് പല കോളേജുകളിൽ നിന്നുമുള്ള സാഹിത്യങ്ങൾ പരിശോധിക്കുകയായിരുന്നു. ജ്ഞാനത്തിൻ്റെയും ഭോഷത്വത്തിൻ്റെയും സ്ഥാനം അവനെ ക്ഷണിക്കുന്നുണ്ടായിരുന്നു. 8-ാം അധ്യായത്തിൽ ജ്ഞാനമാണ് അവനൊരു ക്ഷണം അയക്കുന്നത്. തിടുക്കത്തിൻ്റെ ഒരു കുറിപ്പും അതിലുണ്ട് എന്നതാണ് പ്രത്യേകത. യുവാവിൻ്റെ മേൽ ശരിക്കും സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് എന്ന് മറക്കരുത്. അധികം താമസിയാതെ സ്കൂളിലെ മണി മുഴങ്ങും. ഈ യുവാവ് ജ്ഞാനത്തിൻ്റെ സ്കൂളിൽ ചേരണമെന്ന് അവർ അവനെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ജ്ഞാനമായവൾ വിളിച്ചു പറയുന്നില്ലയോ എന്ന് പറഞ്ഞുകൊണ്ടാണ് 8-ാം അധ്യായം ആരംഭിക്കുന്നത്. 1-ാം വാക്യം, ജ്ഞാനമായവൾ വിളിച്ചു പറയുന്നില്ലയോ, ബുദ്ധിയായവൾ തൻ്റെ സ്വരം കേൾപ്പിക്കുന്നില്ലയോ. നാം കണ്ടതുപോലെ യുവാവ് ജ്ഞാനത്തിൻ്റെ സ്കൂളിൽ നിന്നും വിട്ടുപോകുവാൻ വളരെയേറെ സമ്മർദ്ദം അവൻ്റെ മേൽ ചെലുത്തുന്നുണ്ട്. ഈ കൾട്ടുകളും പ്രത്യയശാസ്ത്രങ്ങളും വീടാന്തരം കയറി ഇറങ്ങി മനുഷ്യരെ വലയ്ക്കുവാൻ ശ്രമിക്കുകയാണ്. ദൈവജനങ്ങളും ചെയ്യേണ്ടത് ഇത് തന്നെയാണ്. യുവജനങ്ങളുടെ ഇടയിൽ ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പല നല്ല സംഘടനകളെയും ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി കരയേറ്റുന്നു. അവരും വീടാന്തരം കയറി ഇറങ്ങുന്നു. അവർ വ്യക്തിപരമായ വേല ചെയ്യുന്നുണ്ട്. അത് വളരെ നല്ലതാണ്. ജ്ഞാനവും വിവേകവും അവരുടെ ശബ്ദം ഉയർത്തേണ്ടതാണ്. 8-ാം അധ്യായത്തിൻ്റെ 2 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധിച്ചാട്ടെ. അവൾ വഴിയരികെ മേടുകളുടെ മുകളിൽ പാതകൾ കൂടുന്നിടത്ത് നിൽക്കുന്നു. അവൾ പടിവാതിലുകളുടെ അരികത്തും പട്ടണവാതിൽക്കലും ഗോപുര ദ്വാരത്തിങ്കലും ഘോഷിക്കുന്നത്, പുരുഷന്മാരെ, ഞാൻ നിങ്ങളോട് വിളിച്ചു പറയുന്നു, എൻ്റെ സ്വരം മനുഷ്യപുത്രന്മാരുടെ അടുക്കലേക്ക് വരുന്നു. ഈ മാധ്യമങ്ങളിലൂടെ ഞങ്ങൾ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നതും ഇതുതന്നെയാണ്. ജ്ഞാനത്തിൻ്റെ സ്കൂളിലേക്ക് വരുവാൻ ഞങ്ങൾ ക്ഷണമയക്കുകയാണ്. ക്രിസ്തുവിൻ്റെ ആളത്വമാകുന്ന ജ്ഞാനത്തിലേക്ക് നിങ്ങൾ വരണമെന്നത്രേ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ക്രിസ്തുവാകുന്നു നമുക്കായി ജ്ഞാനമായി തീർന്നത്. 5-ാം വാക്യത്തിൽ നാം കാണുന്നത്, അല്പബുദ്ധികളെ സൂക്ഷ്മബുദ്ധി ഗ്രഹിച്ചുകൊള്ളുവീൻ, മൂഢന്മാരെ വിവേക ഹൃദയന്മാരാകുവീൻ. അങ്ങനെ ഒരു അവസ്ഥ സ്വീകരിക്കുവാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ? അതായത് താങ്കൾ വേണ്ടിടത്തോളം ആയിട്ടില്ല എന്ന് സമ്മതിക്കുന്ന അവസ്ഥ, താങ്കൾ ഒരു പാപിയാകുന്നു എന്നും താങ്കൾക്ക് ബുദ്ധിപരമായ പ്രശ്നമൊന്നുമില്ല എന്നും സമ്മതിക്കുന്ന അവസ്ഥ. വചനത്തിലെ പല കാര്യങ്ങളും ബുദ്ധിക്ക് നിരക്കാത്തതാകുന്നു എന്ന് പറഞ്ഞു വരുന്ന പലരെയും കാണുന്നത് വാസ്തവത്തിലൊരു
തമാശ തന്നെയാണ്. അവരുടെ സംസാരം വാസ്തവത്തിൽ മഠേത്തരം തന്നെയാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. അവരുടെ പ്രശ്നം ബുദ്ധിപരമല്ല, പാപമാകുന്നു. പാപം വിട്ടുകളയുവാൻ താല്പര്യമില്ലാത്ത അവസ്ഥ. ഒരു വ്യക്തിക്ക് ഈ പറഞ്ഞതുപോലെ ബുദ്ധിപരമായ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞ് നടന്നിട്ട് ആ പ്രശ്നങ്ങളുമായി ക്രിസ്തുവിങ്കിലേക്ക് തിരിഞ്ഞെന്നാൽ എത്ര പെട്ടെന്നാണ് അത് പരിഹരിക്കപ്പെടുന്നത് എന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. അത്ഭുതമായി തോന്നും. 6-ാം വാക്യത്തിൽ നാം കാണുന്നത്, കേൾപ്പീൻ, ഞാൻ ഉത്കൃഷ്ടമായത് സംസാരിക്കും, എൻ്റെ അധരങ്ങളെ തുറക്കുന്നത് നേരിന് ആയിരിക്കും. എന്തൊരു ചിത്രമാകുന്നില്ലേ? അതിമനോഹരമായ ചിത്രം. 7-8 വാക്യങ്ങൾ. എൻ്റെ വായ് സത്യം സംസാരിക്കും, ദുഷ്ടത എൻ്റെ അധരങ്ങൾക്ക് അറപ്പാകുന്നു. എൻ്റെ വായിലെ മൊഴിയൊക്കെയും നീതിയാകുന്നു, അവയിൽ വക്രവും വികടവുമായത് ഒന്നുമില്ല. വചനത്തിലെ തെറ്റുകളെക്കുറിച്ചും പ്രശ്നങ്ങളെക്കുറിച്ചും പല ആളുകളും സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ട്. ഈ വിഷയത്തെക്കുറിച്ച് അനേകം പുസ്തകങ്ങൾ എഴുതിയിട്ടുമുണ്ട്. ഒരു ബുദ്ധിമാനായ വ്യക്തി ബൈബിളിൽ അനേകം പ്രശ്നങ്ങൾ കണ്ടെന്നു വരാം. എൻ്റെ പഠനത്തിൽ അതിൻ്റെ ആരംഭത്തിൽ എനിക്കും ബൈബിളിൽ അനേകം പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ പ്രയാസമുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോഴും കുറേയൊക്കെ ഉണ്ട്, ഇല്ലെന്നല്ല. എന്നാൽ പ്രശ്നം ദൈവവചനത്തിൻ്റേതല്ല, പ്രശ്നം മനുഷ്യൻ്റെ മനസ്സിലും ഹൃദയത്തിലുമാണ്. ദൈവം പറയുന്നു, ജ്ഞാനമായ വാക്കുകളിൽ വക്രവും വികടവുമായത് ഒന്നുമില്ല എന്ന്. നമ്മുടെ മനുഷ്യജ്ഞാനം കൊണ്ട് ദൈവവചനത്തെ പഠിക്കുവാൻ ശ്രമിച്ചെന്നാൽ ഇതിൽ മുഴുവൻ പ്രശ്നമായി തോന്നും. എന്നാൽ ദൈവിക ജ്ഞാനം ഈ കാര്യത്തിൽ നമുക്ക് ആവശ്യമാണ്. ഇത് നാം ഒരിക്കലും മറക്കരുത്. 9-ാം വാക്യം, അവയെല്ലാം ബുദ്ധിമാന് തെളിവും പരിജ്ഞാനം ലഭിച്ചവർക്ക് നേരും ആകുന്നു. അത് വാസ്തവത്തിൽ ജ്ഞാനമാകുന്നു എങ്കിൽ ആയത് ലളിതവും സാധാരണക്കാർക്ക് ആകർഷണീയവും ആയിരിക്കും. വലിയ ബുദ്ധിശക്തിയുള്ളവർക്ക് മാത്രം മനസ്സിലാകുന്ന വിധത്തിൽ ദൈവം സുവിശേഷത്തെ ഉണ്ടാക്കിയില്ല എന്നതിൽ ഞാൻ ദൈവത്തോട് വളരെയേറെ നന്ദിയുള്ളവനാകുന്നു. അവിടുന്ന് അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ അനേകം ആളുകളെ പൂർണ്ണമായും തള്ളിക്കളയേണ്ടി വരുന്നതിനെ. ഈ ദൂത് സാധാരണക്കാർക്കുള്ള ദൂതാണ്. ഇത് വാസ്തവത്തിൽ ലളിതമായ ദൂതാണ്. പലരും ഈ ലളിതമായതിനെ കുഴച്ചു മറിച്ച് കഠിനമാക്കിയിരിക്കും. ആഴമേറിയതെന്നും ഉന്നതമെന്നും മനുഷ്യർ പറയുന്ന പല കാര്യങ്ങളും അങ്ങനെയല്ല എന്നത് രസകരമാണ്. പലർക്കും ദൈവവചനം മനസ്സിലാകാതിരിക്കുന്നത് ബുദ്ധിയുടെ പ്രശ്നം കൊണ്ടല്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ, ഹൃദയത്തിൻ്റെ നില ശരിയല്ലാത്തത് കൊണ്ടാണ്. കർത്താവിനെ അംഗീകരിക്കുന്നതിൽ ചില ബുദ്ധിപരമായ തടസ്സമുണ്ട് എന്ന് പറയരുത്, അത് തെറ്റാണ്. പ്രശ്നം താങ്കളുടെ ജീവിതത്തിലെ പാപമാകുന്നു. നിങ്ങൾ മാറ്റുവാൻ ആഗ്രഹിക്കാത്ത പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എന്നതല്ലേ വാസ്തവത്തിൽ പ്രശ്നം. താങ്കളുടെ ഹൃദയവും തലയും വണക്കി ക്രിസ്തുവിങ്കിലേക്ക് വരുവാൻ താങ്കൾക്ക് മനസ്സില്ല, അതാണ് പ്രശ്നം. ഹൃദയം ക്രിസ്തുവിങ്കിലേക്ക് തിരിയുമ്പോൾ ആശ്ചര്യകരമായ കാര്യം സംഭവിക്കും. അതെ, മൂടുപടം എടുത്തു മാറ്റപ്പെടും, പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. വലിയ ബുദ്ധിമാനായ പൗലോസ് കർത്താവായ യേശുക്രിസ്തുവിനെ കണ്ടെത്തിയപ്പോൾ അതുവരെ അവൻ്റെ ശത്രുവായിരുന്നവൻ അവൻ്റെ ഗുരുവായി മാറി. ഈ അവസ്ഥ ഉണ്ടാകാത്തിടത്തോളം കാലം നമ്മുടെ ചെറിയ ചെറിയ ചോദ്യങ്ങളിൽ നാം കുടുങ്ങിക്കിടക്കുകയല്ലാതെ രക്ഷപ്പെടില്ല. ഈ ഒരു ചോദ്യത്തിനും കൂടി ഉത്തരം ലഭിച്ചതായിരുന്നെങ്കിൽ കർത്താവിനെ അംഗീകരിക്കുവാൻ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകുകയില്ല എന്ന് പറയുന്ന അനേകം ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു ഭക്തൻ പറഞ്ഞത്, ഞാൻ ക്രിസ്തുവിങ്കിലേക്ക് വരുന്നത് വരെ എനിക്ക് വളരെയേറെ സംശയങ്ങളുണ്ടായിരുന്നു എന്നത്രേ. അവയെ നാം ബുദ്ധിപരമായ പ്രശ്നങ്ങൾ എന്ന് വിളിച്ചേക്കാം, എന്നാൽ അവ വാസ്തവത്തിൽ ഹൃദയത്തിൻ്റെ പ്രശ്നങ്ങളാണ്. ദൈവവചനം വ്യക്തമാണ്, സുവിശേഷം വളരെ ലളിതമാണ്. ആരും അതിനെ തെറ്റിദ്ധരിക്കുവാൻ യാതൊരു കാരണവും ഞാൻ കാണുന്നില്ല. എന്നാൽ അറിഞ്ഞുകൊണ്ട് മനസ്സോടെ സുവിശേഷത്തെ അംഗീകരിക്കാതിരിക്കുന്ന അവസ്ഥയുമുണ്ട്. അത് ഹൃദയത്തിൻ്റെ ഒരു അവസ്ഥയാണ്. അതുകൊണ്ടാണ് ദൈവവചനത്തെ അളക്കുവാൻ ഉപയോഗിക്കുന്ന ഒരു മീറ്റർ പോലെ നമുക്ക് ഉപയോഗിക്കുവാൻ കഴിയുന്നത്. പലതും കണ്ടുപിടിക്കുന്നതിനുള്ള ഈ ഉപകരണങ്ങളുണ്ടല്ലോ. പാലിൽ വെള്ളമുണ്ടോ എന്ന് കണ്ടുപിടിക്കുന്ന മീറ്റർ, ഒരു സ്ഥലത്ത് എത്രമാത്രം ആഴത്തിൽ വെള്ളം ലഭിക്കും എന്ന് കണ്ടുപിടിക്കുന്ന ആ ഉപകരണം, വായു സമ്മർദ്ദം കണ്ടുപിടിക്കുന്ന മീറ്റർ, അങ്ങനെ പലതും. ഒരു മനുഷ്യനിൽ വിശ്വാസമുള്ള ഒരു ഹൃദയമുണ്ടോ എന്ന് പരിശോധിക്കുന്നതിനുള്ള ഒരു ഒന്നാന്തരം മീറ്ററാകുന്നു ദൈവവചനം.
ദൈവവചനത്തോടുള്ള ആ മനുഷ്യൻ്റെ പ്രതികരണം അത് വെളിവാക്കും. ദൈവവചനത്തെ സ്നേഹിക്കുന്ന അനേകം ദൈവമക്കളുണ്ട്. പക്ഷേ അത് പൊങ്ങിയും താണും ഇരിക്കുമെന്ന് മാത്രം. മറ്റു ചിലർക്ക് ഭക്തി നിർഭരമായ പ്രകടനങ്ങളും സുവിശേഷ വിഹിത വാക്കുകളുമുണ്ട്. എന്നാൽ ഹൃദയത്തിൽ യാതൊരു ചൂടും ചുറുക്കുമില്ല. ഭക്തി പറയുന്നത് കേട്ടാൽ നിൽക്കുന്ന മരം ചായും. എന്നാൽ ദൈവവചനത്തെ എതിർക്കുന്ന സ്വഭാവമാണ് യഥാർത്ഥത്തിൽ അവരുടേത്. മുഴുവൻ അംഗീകരിക്കാത്തവൻ ഒട്ടും അംഗീകരിക്കുന്നില്ല എന്നോർക്കണം. ദൈവവചനത്തെ എതിർക്കുന്നവരോട് ഇടപെടുവാൻ എനിക്ക് പലപ്പോഴും ഇടയായിട്ടുണ്ട്. ഞാൻ പറയാറുണ്ട്, ലളിതമായി വചനം പഠിപ്പിക്കുന്നതാണ് എൻ്റെ ജോലിയെന്ന്. കർത്താവ് തന്നെ അവരോട് ഇടപെട്ടുകൊള്ളും എന്നാണ് ഞാൻ കരുതുന്നത്. അങ്ങനെയുള്ളവരോട് കർത്താവ് ഇടപെട്ട അനേകം അവസരങ്ങൾ ഞാൻ എൻ്റെ ശുശ്രൂഷയിൽ കണ്ടിട്ടുമുണ്ട്. 100 സംശയങ്ങളുമായി നടന്നവർ തങ്ങളുടെ ജീവിതത്തെ യേശുക്രിസ്തുവിനായി സമർപ്പിച്ചപ്പോൾ എല്ലാം വ്യക്തമായി എന്ന് പറയുന്ന അനുഭവങ്ങൾ കുടുംബങ്ങളിൽ, വ്യക്തികളിൽ, അതെ, അവൻ ഈ പറഞ്ഞതുപോലെ പ്രവർത്തിക്കുന്നു. ഞാനിതെല്ലാം പറയുന്നതിന് കാരണം ദൈവവചനത്തിൽ വക്രവും വികടവുമായതൊന്നുമില്ല എന്നതുകൊണ്ടാണ്. വക്രവും വികടവുമൊക്കെ നമ്മുടെ ഹൃദയങ്ങളാണ്. പലപ്പോഴും നാം അത് ദൈവവചനത്തിൽ അടിച്ചേൽപ്പിക്കുവാൻ ശ്രമിക്കുകയാണ്. അതല്ലേ ചെയ്യാറുള്ളത്? 10-11 വാക്യങ്ങളിൽ, വെള്ളിയേക്കാൾ എൻ്റെ പ്രബോധനവും മേത്തരമായ പൊന്നിനേക്കാൾ പരിജ്ഞാനവും കൈക്കൊള്ളുവിൻ. ജ്ഞാനം മുത്തുകളേക്കാൾ നല്ലതാകുന്നു, മനോഹരമായതൊന്നും അതിന് തുല്യമാകയില്ല. നമ്മുടെ മുൻഗണനകൾ നാം നേരെയാക്കി ഈ ലോകത്തിലെ കാര്യങ്ങളെ ശരിയായി വിലയിരുത്തി ജ്ഞാനം മുത്തുകളേക്കാൾ നല്ലതാകുന്നു എന്ന് ഗ്രഹിക്കുമ്പോൾ ഇയ്യോബിനെ പോലെ നാം ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ 1-ാം സ്ഥാനം നൽകും. മുന്നമേ ദൈവത്തിൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടുമെന്ന് ക്രിസ്തു പറഞ്ഞതുപോലെയാകുന്നു ഇത്. ജ്ഞാനം അന്വേഷിക്കുക എത്ര വലിയൊരു പാഠമാകുന്നു നമുക്കിവിടെ പഠിക്കുവാനായി ലഭിച്ചിരിക്കുന്നത്. ദൈവവചനത്തെ സംശയിക്കുന്ന ഓരോരുത്തർക്കും നല്ല ഒരു ഗുണപാഠം. പ്രശ്നം മറ്റാരുടെയും മേൽ ചാരേണ്ടതില്ല. ഒക്കെ നമ്മുടെ ഹൃദയത്തിൻ്റെ നിലവാരമാണ്. ആർക്കും നിങ്ങളെ കലക്കുവാൻ കഴിയാത്ത ഒരു ഹൃദയ നിലവാരം ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അതിന് നമ്മെ സഹായിക്കുന്നത് ദൈവവചനമാകുന്നു. തുടർന്ന് ജ്ഞാനത്തിൻ്റെ സ്വഭാവ ഗുണങ്ങളാണ് നാം കാണുന്നത് 12 മുതലുള്ള വാക്യങ്ങളിൽ. 12-ാം വാക്യം, ജ്ഞാനമെന്ന ഞാൻ സൂക്ഷ്മബുദ്ധിയെ എൻ്റെ പാർപ്പിടമാക്കുന്നു, പരിജ്ഞാനവും വകതിരിവും ഞാൻ കണ്ടുപിടിക്കുന്നു. ജ്ഞാനം ഒരു വ്യക്തിയാകുന്നു എന്ന് ദൈവവചനം വ്യക്തമാക്കുവാൻ പോവുകയാണ്. കർത്താവായ യേശുക്രിസ്തു എന്ന വ്യക്തി, അവനാണ് ജ്ഞാനം. 13-ാം വാക്യത്തിൽ, യഹോവ ഭക്തി ദോഷത്തെ വെറുക്കുന്നതാകുന്നു, ഡംഭം, അഹങ്കാരം, ദുർമാർഗം, വക്രതയുള്ള വായ എന്നിവയെ ഞാൻ പകയ്ക്കുന്നു. ഇന്ന് വളരെ വാസ്തവമായ ഒന്നത്രേ ഇത്. നാം ജീവിക്കുന്നിടത്ത് ഇത് എത്ര വാസ്തവമാണ്. ജ്ഞാനം വെളിപ്പെട്ടിരിക്കുന്നു. ഇത് ദൈവത്തിൻ്റെ സ്വഭാവവും ആ സ്വഭാവം ക്രിസ്തുവിൽ വെളിപ്പെട്ടിരിക്കുന്നതുമാണ്. ദുഷ്ടത, അഹങ്കാരം, വക്രത, ദോഷമുള്ള വഴി, ഇതെല്ലാം ദൈവത്തിന് വെറുപ്പുള്ളതാണ്. നാം അവനുള്ളവർ ആകുന്ന പക്ഷം നാം ഈ വക കാര്യങ്ങളും വെറുക്കും. ഇവയെ സ്നേഹിച്ചുകൊണ്ട് ദൈവമക്കളായിരിക്കുവാൻ സാധ്യമല്ല. ഇന്ന് അനേകരും ദൈനംദിന ജീവിതത്തിൽ ദൈവവുമായി യാതൊരു ബന്ധവും ഇല്ലാത്തതുപോലെ ജീവിക്കുന്നു. എന്നാൽ ഭക്തിയുടെ കാര്യം വരുമ്പോൾ അവർ മുൻപന്തിയിലാണ്. ഇത് രണ്ടും കൂടി എങ്ങനെ ചേർന്ന് പോകുന്നു എന്നാണ് പലപ്പോഴും സംശയമുള്ളത്. ഈ വൈപരീത്യം ജീവിതത്തെ തകർക്കുന്നതാകുന്നു എന്ന് മറക്കരുത്. ഒരു ജ്ഞാനി ഒരിക്കലും അങ്ങനെ ആയിരിക്കില്ല. 14 മുതലുള്ള വാക്യങ്ങൾ, ആലോചനയും പരിജ്ഞാനവും എനിക്കുള്ളത്, ഞാൻ തന്നെ വിവേകം, എനിക്ക് വീര്യബലമുണ്ട്. ഞാൻ മുഖാന്തരം രാജാക്കന്മാർ വാഴുന്നു, പ്രഭുക്കന്മാർ നീതിയെ നടത്തുന്നു. ഞാൻ മുഖാന്തരം അധിപതിമാരും പ്രധാനികളും ഭൂമിയിലെ ന്യായാധിപന്മാരൊക്കെയും ആധിപത്യം നടത്തുന്നു. സങ്കീർത്തനങ്ങളിലും ദാനിയേലിൻ്റെ പ്രവചനത്തിലും വീണ്ടും വീണ്ടും ഉറപ്പിച്ചു പറഞ്ഞിരിക്കുന്ന ഒരു വസ്തുതയാണ്
അത്യുന്നതനായവൻ മനുഷ്യരുടെ രാജ്യത്വത്തിന്മേൽ വാഴുകയും അതിനെ തനിക്ക് ബോധിച്ചവന് കൊടുക്കുകയും ചെയ്യുന്നു എന്നുള്ളത്. ഈ ലോകത്തിലെ കാര്യങ്ങൾ ദൈവം തൻ്റെ നിയന്ത്രണത്തിൽ തന്നെ വെച്ചിരിക്കുന്നു എന്ന് ഗ്രഹിക്കുന്നത് എത്രയോ അനുഗ്രഹമാകുന്നു. ആര് ഭരിച്ചാലും ദൈവം അതിനു മുകളിൽ ഭരിക്കുന്നു. ഒരു രാഷ്ട്രം എത്ര ദൈവമില്ലാത്തതാണെങ്കിൽ തന്നെയും ദൈവം അതിൻ്റെ മേലധികാരം എടുത്ത് അതിനെ ഭരിക്കുന്നു എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അവിടുത്തെ ഹിതമാണ് അവിടെ നടക്കുന്നത്. അവിടുന്ന് മനുഷ്യൻ്റെ രാഷ്ട്രങ്ങളെ ഭരിക്കുന്നു. എല്ലാം തൻ്റെ അധികാരത്തിലാകുന്നു എന്ന് ചിന്തിക്കുന്ന മനുഷ്യൻ എത്ര ഭോഷനാണ്. കൃമി പോലുള്ള മനുഷ്യൻ, പൊടി പോലുള്ള മനുഷ്യൻ സർവശക്തൻ്റെ ഒരു ശ്വാസത്തിന് മുൻപിൽ നിൽക്കുവാൻ പ്രാപ്തിയില്ലാത്തവനാണ് എന്ന് മറന്നുപോകുന്നു. 17-ാം വാക്യത്തിൽ, എന്നെ സ്നേഹിക്കുന്നവരെ ഞാൻ സ്നേഹിക്കുന്നു, എന്നെ ജാഗ്രതയോടെ അന്വേഷിക്കുന്നവർ എന്നെ കണ്ടെത്തും. ശലോമോൻ തൻ്റെ ജീവിതത്തിൻ്റെ പ്രാരംഭത്തിൽ തന്നെ ഇത് പഠിക്കുകയുണ്ടായി. താൻ ദൈവത്തെ അന്വേഷിച്ചപ്പോൾ ദൈവം തനിക്ക് ജ്ഞാനം നൽകിയെന്ന് ശലോമോൻ കണ്ടെത്തി. താൻ രാജാവായി തീർന്നപ്പോൾ തന്നെ അവൻ ദൈവത്തെ അന്വേഷിച്ചു. ദൈവമാണ് തനിക്ക് ഈ പ്രത്യേക ജ്ഞാനം നൽകിയതെന്ന് ശലോമോൻ അറിഞ്ഞിരുന്നു. ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥകൾ പാലിക്കുവാൻ നാം തയ്യാറാണെങ്കിൽ നമുക്ക് ജ്ഞാനം നൽകുവാൻ ദൈവം തയ്യാറാണ്. എന്താണ് ദൈവത്തിൻ്റെ വ്യവസ്ഥ? നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആരംഭത്തിൽ ദൈവവചനത്തെ സ്നേഹിക്കുകയും ദൈവവചനം ശുഷ്കാന്തിയോടുകൂടെ പഠിക്കുകയും ചെയ്യാം. പലരും ഒന്ന് വായിച്ചു വിടുന്നത് കൊണ്ട് സന്തുഷ്ടരാണ്. അത് പാടില്ല. ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് പരിശ്രമിച്ച് തന്നെ ദൈവവചനം പഠിക്കണം. 18-ഉം 19-ഉം വാക്യങ്ങൾ, എൻ്റെ പക്കൽ ധനവും മാനവും പുരാതന സമ്പത്തും നീതിയുമുണ്ട്. എൻ്റെ ഫലം പൊന്നിലും തങ്കത്തിലും, എൻ്റെ ആദായം മേത്തരമായ വെള്ളിയിലും നല്ലത്. ഇത് വസ്തുവോ വകകളോ ബാങ്കിലെ നിക്ഷേപങ്ങളോ ഓഹരി വിപണിയിലെ സമ്പാദ്യമോ ഒന്നുമല്ല. പിന്നെയോ ദൈവം നമുക്ക് നൽകുന്ന അനുഗ്രഹീതങ്ങളായ വരങ്ങളാണ്. അനുഭവിക്കുന്ന ഒരാൾക്ക് മാത്രമേ ഇതിൻ്റെ വില ഈ പറഞ്ഞതുപോലെ മനസ്സിലാകുകയുള്ളൂ. ജ്ഞാനത്തോളം വിലപ്പെട്ട മറ്റൊന്നുമില്ല എന്ന് ദൈവവചനം വ്യക്തമാക്കുന്നു. ഇനിയും 20-ഉം 21-ഉം വാക്യങ്ങൾ, എന്നെ സ്നേഹിക്കുന്നവർക്ക് വസ്തുവക അവകാശമാക്കി കൊടുക്കുകയും അവരുടെ ഭണ്ഡാരങ്ങളെ നിറയ്ക്കുകയും ചെയ്യേണ്ടതിന് ഞാൻ നീതിയുടെ മാർഗത്തിലും ന്യായത്തിൻ്റെ പാതകളിലും നടക്കുന്നു. അടുത്ത വാക്യം മുതൽ കർത്താവായ യേശുക്രിസ്തു സംസാരിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. 22-ാം വാക്യം മുതൽ, യഹോവ പണ്ടേ തൻ്റെ വഴിയുടെ ആരംഭമായി തൻ്റെ പ്രവൃത്തികളുടെ ആദ്യമായി എന്നെ ഉളവാക്കി. ഞാൻ പുരാതനമേ ആദിയിൽ തന്നെ ഭൂമിയുടെ ഉൽപ്പത്തിക്ക് മുമ്പേ നിയമിക്കപ്പെട്ടിരുന്നു. ഇത് കർത്താവായ യേശുക്രിസ്തു ആകുന്നു. ജ്ഞാനത്തെ ദൃഷ്ടാന്തീഭവിപ്പിച്ചിരിക്കുന്നു, അഥവാ ജ്ഞാനത്തിന് മനുഷ്യത്വം ആരോപിച്ചിരിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ജ്ഞാനത്തിന് മനുഷ്യത്വം ആരോപിച്ചിരിക്കുന്ന അടുത്ത വാക്യം 23-ാം വാക്യം ഞാൻ വായിച്ചല്ലോ. ഞാൻ പുരാതനമേ ആദിയിൽ തന്നെ ഭൂമിയുടെ ഉൽപ്പത്തിക്ക് മുമ്പേ നിയമിക്കപ്പെട്ടിരിക്കുന്നു. നിയമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ പുരാതനമേ അഭിഷേകം ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നത്രേ. യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ അതിൻ്റെ മുഖവരയിൽ നാം കാണുന്നത് യോഹന്നാൻ 1-ന്റെ 1-ഉം 2-ഉം വാക്യങ്ങൾ. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോട് കൂടെയായിരുന്നു. അവൻ ജനിക്കപ്പെട്ടവനായിരുന്നു എന്ന് പറഞ്ഞാൽ ജീവിതത്തിന് ആരംഭമുണ്ടായിരുന്നു എന്ന അർത്ഥത്തിലല്ല. പിന്നെയോ പിതാവിനോട് ഒരേ സ്വഭാവവും ഒരേ പ്രകൃതവും സാരാംശത്തിൽ ഒന്ന് എന്നുമുള്ള അർത്ഥത്തിലാണ്. നിത്യതയുടെ ആ അങ്ങേ അറ്റത്ത് അവിടുന്ന് ദൈവമായിരുന്നു. അവൻ ആരംഭത്തിൽ ദൈവത്തോട് കൂടെയായിരുന്നു. ആദിയിൽ, അതായത് ആദിയില്ലാത്ത അവസ്ഥയിൽ അവൻ ഉണ്ടായിരുന്നു. ആദിയിൽ അവൻ ഭൂതകാലമായിരുന്നു. മനുഷ്യരായ നമ്മുടെ ബുദ്ധിക്ക് ഇത് പൂർണ്ണമായി ഉൾക്കൊള്ളുവാൻ പ്രയാസമാണെന്ന് സമ്മതിച്ചേ മതിയാകൂ. അതുകൊണ്ടാണ് ദൈവിക ജ്ഞാനം നമുക്ക് ആവശ്യമായിരിക്കുന്നത്. നമുക്കിത് വ്യക്തമാക്കി തരുവാൻ കഴിയുന്നവൻ അവൻ മാത്രമാകുന്നു. കർത്താവായ യേശു പറഞ്ഞു, പിതാവല്ലാതെ ആരും പുത്രനെ അറിയുന്നില്ല എന്ന്. പിതാവായ ദൈവവും പുത്രനായ ദൈവവും പരിശുദ്ധാത്മാവിനെ അയച്ച് നമ്മുടെ ഹൃദയങ്ങളെ തുറന്നിരുന്നില്ലായിരുന്നെങ്കിൽ നമുക്ക് കർത്താവായ യേശുക്രിസ്തുവിനെ അറിയുവാൻ കഴിയുമായിരുന്നില്ല.
രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിക്ക് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ആളത്വത്തെ ആരാധിക്കുകയും അതിൽ വിശ്രമിക്കുകയും ചെയ്യാവുന്നതാണ്. നമ്മുടെ ഈ കാലത്ത് വലിയ അവിശ്വാസത്തിൻ്റെ മധ്യത്തിലാണ് നാം ജീവിക്കുന്നത്. എന്നാൽ സംശയിക്കുന്നവൻ അങ്ങനെ തന്നെ തുടരട്ടെ. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്ത്, കർത്താവായ യേശുക്രിസ്തുവുമായുള്ള നമ്മുടെ ബന്ധം വ്യക്തിപരമായ ഒരു ബന്ധമാകുന്നു. അവൻ വചനമാകുന്നു. വചനം ദൈവത്തോടു കൂടെയായിരുന്നു. വചനം ദൈവമായിരുന്നു. എത്ര വലിയ പ്രസ്താവന ഇല്ലേ? ജ്ഞാനം കർത്താവായ യേശു ആകുന്നു. ജ്ഞാനം കർത്താവായ യേശു ആകുന്നു. 24 മുതലുള്ള വാക്യങ്ങൾ നാം കാണുമ്പോൾ, 24 മുതൽ, ആഴങ്ങളില്ലാതിരുന്നപ്പോൾ ഞാൻ ജനിച്ചിരിക്കുന്നു, വെള്ളം നിറഞ്ഞ ഉറവുകളില്ലാതിരുന്നപ്പോൾ തന്നെ, പർവ്വതങ്ങളെ സ്ഥാപിച്ചതിന് മുമ്പേയും കുന്നുകൾക്ക് മുമ്പേയും ഞാൻ ജനിച്ചിരിക്കുന്നു. അവൻ ഭൂമിയെയും വയലുകളെയും ഭൂതലത്തിൻ്റെ പൊടിയുടെ തുകയെയും ഉണ്ടാക്കിയിട്ടില്ലാത്ത സമയത്ത് തന്നെ അവൻ ആകാശത്തെ ഉറപ്പിച്ചപ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ ആഴത്തിൻ്റെ ഉപരിഭാഗത്ത് വൃത്തം വരച്ചപ്പോഴും സകലവും അവൻ മുഖാന്തരം ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല എന്ന് യോഹന്നാൻ വ്യക്തമാക്കി പറഞ്ഞിരിക്കുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചോ? അവൻ ആഴത്തിൻ്റെ ഉപരിഭാഗത്ത് വൃത്തം വരച്ചപ്പോഴും എന്ന്. സമചതുരാകൃതിയിലുള്ള ഒരു പ്രപഞ്ചത്തെക്കുറിച്ചായിരുന്നു ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞിരുന്നത് എന്നത് രസകരമാണ്. എന്നാൽ അതൊരു വൃത്തമായിട്ടാണ് ദൈവം എല്ലായ്പ്പോഴും പറഞ്ഞിരുന്നത്. വൃത്താകൃതിയിലുള്ള ഒരു ഭൂമിയിലാണ് നിങ്ങളും ഞാനും ജീവിക്കുന്നത്. ഗ്രഹങ്ങളുടെ സമ്പ്രദായത്തിൽ നാം കറങ്ങിക്കൊണ്ടിരിക്കുന്നു. വൃത്താകൃതിയിലുള്ളൊരു ആകാശഗംഗയുടെ സമ്പ്രദായത്തിലാണ് നാം, ആ സിസ്റ്റത്തിലാണ് നാം ഉൾപ്പെട്ടിരിക്കുന്നത്. ഈ വൃത്തങ്ങളെല്ലാം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. 28ഉം 29ഉം വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കട്ടെ. അവൻ മീതെ മേഘങ്ങളെ ഉറപ്പിച്ചപ്പോഴും ആഴത്തിൻ്റെ ഉറവുകൾ തടിച്ചപ്പോഴും വെള്ളം അവൻ്റെ കൽപ്പനയെ അതിക്രമിക്കാതെ വണ്ണം അവൻ സമുദ്രത്തിന് അതിർവച്ചപ്പോഴും ഭൂമിയുടെ അടിസ്ഥാനം ഇട്ടപ്പോഴും. സമുദ്രത്തിൻ്റെ കരയിൽ നിന്നുകൊണ്ട് എന്തുകൊണ്ടാണ് ഈ വെള്ളമെല്ലാം കൂടി ഭൂമിക്ക് മുകളിലേക്ക് വരാത്തതെന്ന് നിങ്ങൾ തീർച്ചയായിട്ടും ചിന്തിച്ചിട്ടുണ്ടാകും. അത് ആയിരിക്കുന്നിടത്ത് തന്നെ എന്തുകൊണ്ട് നിൽക്കുന്നു? ഇവിടെ പറയുന്നത് വെള്ളം അവൻ്റെ കൽപ്പനയെ അതിക്രമിക്കാതെ വണ്ണം അവൻ സമുദ്രത്തിന് അതിർവെച്ചു എന്നത്രേ. സമുദ്രം ആയിരിക്കേണ്ടിടത്ത് തന്നെ ആയിരിക്കുവാൻ ദൈവം ഒരു നിയമം വെച്ചു. അതുകൊണ്ട് ദൈവത്തിൻ്റെ അനുവാദമില്ലാതെ അതിർ ലംഘിക്കുവാൻ സമുദ്രത്തിന് കഴിയില്ല. 30ഉം 31ഉം വാക്യങ്ങൾ. ഞാൻ അവൻ്റെ അടുക്കൽ ശില്പിയായിരുന്നു, ഇടവിടാതെ അവൻ്റെ മുമ്പിൽ വിനോദിച്ചുകൊണ്ട് ദിനംപ്രതി അവൻ്റെ പ്രമോദമായിരുന്നു. അവൻ്റെ ഭൂതലത്തിൽ ഞാൻ വിനോദിച്ചു കൊണ്ടിരുന്നു. എൻ്റെ പ്രമോദം മനുഷ്യപുത്രന്മാരോടുകൂടെ ആയിരുന്നു എന്ന് കാണുന്നു. ഉളവായതൊന്നും കർത്താവായ യേശുവിനെ കൂടാതെ ഉളവായതല്ല. സകലവും അവനാൽ ഉണ്ടാക്കപ്പെട്ടതാണ്. സകല സൃഷ്ടിയുടെയും ആദ്യജാതൻ അവനാകുന്നു. സകലത്തിനും മേലായവൻ അവനാകുന്നു. എന്തുകൊണ്ട്? കാരണം അവനാൽ പിതാവ് സകലവും ഉളവാക്കി. കാരണം അവനാകുന്നു സൃഷ്ടിക്കപ്പെടാത്ത ദൈവം. അവൻ ഇടവിടാതെ അവൻ്റെ മുൻപിൽ വിനോദിച്ചു കൊണ്ടിരുന്നു എന്ന് നാം വായിച്ചു. ഈ അനുഗ്രഹീത പ്രമോദങ്ങളും സന്തോഷങ്ങളും ദൈവത്തിൻ്റെ ആശ്ചര്യകരമായ കൃപയാലാണ് നമുക്ക് ലഭിക്കുന്നത്. ഇവയൊക്കെ എത്ര അനുഗ്രഹീതങ്ങളാണ് എന്നോർക്കണം. 32ഉം 33ഉം വാക്യങ്ങൾ. ആകയാൽ മക്കളെ, എൻ്റെ വാക്ക് കേട്ടുകൊള്ളുവിൻ. എൻ്റെ വഴികളെ പ്രമാണിക്കുന്നവർ ഭാഗ്യവാന്മാർ. പ്രബോധനം കേട്ട് ബുദ്ധിമാന്മാരായിരിപ്പിൻ, അതിനെ ത്യജിച്ച് കളയരുത്. ജ്ഞാനം ക്രിസ്തുവാകുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. അവനോടൊരു സ്നേഹം അത്യാവശ്യമാണ്. 34ഉം 35ഉം വാക്യങ്ങൾ. ദിവസം പ്രതി എൻ്റെ പടിവാതിൽക്കൽ ജാഗരിച്ചും എൻ്റെ വാതിൽ കട്ടളയ്ക്കൽ കാത്തും കൊണ്ട് എൻ്റെ വാക്ക് കേട്ടനുസരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. എന്നെ കണ്ടെത്തുന്നവൻ ജീവനെ കണ്ടെത്തുന്നു, അവൻ യഹോവയുടെ കടാക്ഷം പ്രാപിക്കുന്നു. എന്നെ കണ്ടെത്തുന്നവൻ ജീവനെ കണ്ടെത്തുന്നു. താങ്കൾക്ക് ക്രിസ്തു ഉണ്ടെങ്കിൽ താങ്കൾക്ക് ജീവനുണ്ട്. താങ്കൾക്ക് ക്രിസ്തു ഇല്ലെങ്കിൽ ആ ജീവനില്ല. അതല്ലേ അതിൻ്റെ അർത്ഥം? ആയുസ് വേണ്ടതുപോലെ ആസ്വദിക്കുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. 36ആം വാക്യത്തിൽ നാം വായിക്കുന്നത്, എന്നോട് പിഴയ്ക്കുന്നവനോ
തനിക്ക് പ്രാണഹാനി വരുത്തുന്നു. എന്നെ ദ്വേഷിക്കുന്നവരൊക്കെയും മരണത്തെ ഇച്ഛിക്കുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തേ, താങ്കൾ ക്രിസ്തുവിനെ വെറുക്കുന്നുവെങ്കിൽ മരണത്തെയാണ് സ്നേഹിക്കുന്നത്. ഇത് എന്തൊരു ചിത്രമാകുന്നില്ലേ? ജ്ഞാനം എന്നാൽ ക്രിസ്തു ആകുന്നു. ക്രിസ്തുവിനെ കൂടാതെ ജ്ഞാനം പ്രാപിക്കുവാൻ മനുഷ്യൻ ഓടുകയാണ്. ക്രിസ്തുവിന് ജീവിതത്തിൽ മുൻഗണന കൊടുക്കാതെ ആർക്കും ജ്ഞാനിയായിരിക്കാൻ കഴിയുകയില്ല. താങ്കൾ ആ ജ്ഞാനം പ്രാപിച്ചിട്ടുണ്ടോ? അത് താങ്കളുടെ ജീവിതത്തിൽ ഉറപ്പുണ്ടോ? തീർച്ചയായിട്ടും ആ ജ്ഞാനത്താൽ ദൈവം നിങ്ങളെ ശക്തീകരിക്കട്ടെ. ദൈവകൃപയാൽ മുൻപോട്ട് പോകുവാൻ നിങ്ങളെ സഹായിക്കട്ടെ. യേശുക്രിസ്തു പറഞ്ഞു, എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, ആ വീട്ടിന്മേൽ അലച്ചു. എന്നാൽ അത് പാറമേൽ അടിസ്ഥാനമുള്ളതാകയാൽ വീണില്ല. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 24-25 വാക്യങ്ങൾ. മനുഷ്യൻ്റെ ജീവിതം കെട്ടിപ്പടുക്കുവാൻ ദൈവവചനത്തെ പോലെ ഉറപ്പുള്ള അടിസ്ഥാനം വേറെ എന്താണുള്ളത്? ജീവിതത്തിൽ നേരിടുന്ന ഏതു പ്രശ്നങ്ങളെയും അതിജീവിക്കുവാൻ ഒരുവനെ പ്രാപ്തനാക്കുന്നതാണ് ക്രിസ്തുവിൽ വേരൂന്നിയുള്ള ഒരു ജീവിതം. അവിടെ അരുളി ചെയ്തു, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പം ഇതാകുന്നു, ഈ അപ്പം തിന്നുന്നവൻ എന്നേക്കും ജീവിക്കും. യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 58-ാം വാക്യം. ഇതിനെ ത്യജിച്ചു കളയരുത്. ദിവസം പ്രതി എൻ്റെ പടിവാതിക്കൽ ജാഗരിച്ചും എൻ്റെ വാതിൽ കട്ടിളയ്ക്കൽ കാത്തും കൊണ്ട് എൻ്റെ വചനം കേട്ടനുസരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. എന്നെ കണ്ടെത്തുന്നവൻ ജീവനെ കണ്ടെത്തുന്നു. ഈ ക്ലാസുകൾ ക്രിസ്തു വാഗ്ദത്തം ചെയ്ത സമൃദ്ധിയായ ജീവനിലേക്ക് നിങ്ങളെ നയിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വഴിയരികിലും പാതകൾ കൂടുന്നിടത്തും പടിവാതിലുകളുടെ അരികത്തും പട്ടണവാതിൽക്കലും ഗോപുരദ്വാരത്തിങ്കലുമൊക്കെ പ്രഘോഷിക്കപ്പെടേണ്ട വചനങ്ങളാണിത്. ഇത് നിങ്ങൾക്ക് അനുഗ്രഹമായിരിക്കുന്നുവെങ്കിൽ പങ്കുവച്ചാട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.